നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ദിനംപ്രതി നവജാത ശിശുക്കൾ പിറന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? ഓരോ ദിവസവും 100ഉം 50ഉം 100ലും അധികം കുട്ടികൾ ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ ജനിക്കാറുണ്ട്. എൻ്റെ ഒരു ഏകദേശം കണക്കാണ് 50, 100, അതിലും കൂടുതൽ കുട്ടികളാണ് സാധാരണ ജനിക്കാറുള്ളത്. എന്നാൽ അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നത് കുറേ വെറൈറ്റി അവതാരങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഏകദേശം ഡെയിലി അല്ല, ഓരോ സിനിമ റിലീസാകുമ്പോഴാണ് ഇങ്ങനത്തെ കുറേ അവതാരങ്ങൾ ജനിക്കാറുള്ളത്. അതിൽ ഒരു 3-4 അവതാരങ്ങളെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. സൂപ്പർ മമ്മൂക്ക താർന്ന് ഈ പറന്നടിക്കും കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി. ഈ പറന്നടിക്കും കിംബോയ്ക്ക് രോമാഞ്ചം വന്നു, വെരി വെരി രോമാഞ്ചം. തിയേറ്റർ ഇടിച്ചു പൊളിച്ച് വെരി വെരി രോമാഞ്ചം, വെരി വെരി ട്രിപ്പിൾ സ്ട്രോങ്. നമുക്ക് എങ്ങനെ ഇടിച്ച് നമുക്ക് ഇടി, പിന്നെ ഹാമർ ഇരുന്നുകൊണ്ട്, ചെയർ ഇരുന്നുകൊണ്ട് ഇതുണ്ടോ നമ്മളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, ഇവനെ കാണുമ്പോൾ തന്നെ അറിയാം ഇവന് വിവരം ലേശം പോലും ഇല്ല എന്നുള്ളത്. ഇവനോട് മമ്മൂട്ടി ആരാണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി ആരാണെന്നും പോലും അറിയാൻ മേലാത്ത ഒരു വെളിവില്ലാത്തവനാണ് ഇപ്പം കിടന്ന് ഈ കാട്ടായങ്ങൾ മുഴുവനും നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ എടുത്തവന്മാരെയാണ്. എന്തിനാണ് ഈ വട്ടന്മാരുടെ ഒരു വിവരമില്ലാത്ത ഈ ബോധമില്ലാത്തവനൊക്കെ വീഡിയോ എടുത്ത് വിടുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിശയകരമായിട്ട് തോന്നുന്നത്. ഈ വീഡിയോ എടുക്കുന്നവന് തന്നെ അവൻ ആ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാവുന്നതാണ്. ഇത് ഒരു വിവരമില്ലാതെ നടക്കുന്നവൻ, അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവന് വിവരമില്ല, വെളിവുമില്ല. എനിക്ക് തോന്നുന്ന മമ്മൂട്ടിയുടെ ഫാൻസുകാർ കഞ്ചാവ് കൊടുത്തിട്ട് കഞ്ചാവ് വലിപ്പിച്ചിട്ട് ഇവനെ കയറ്റി വിട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. ഇനി അടുത്ത ഒരു വേട്ടാവളിനെ നമുക്ക് കാണാം, പരിചയപ്പെടാം. ഭയങ്കര ഈ ബിന്ദു പണിക്കറിന് ഇംഗ്ലീഷ് ടോപ്പായി മുട്ടിയെടുത്തിട്ട് ഒറ്റാടി ബാട്ടലന്നെ ഒന്നും നോക്കാനില്ല. ഭയങ്കര തെറിച്ച് എല്ലാവരും കയ്യോടെ ആവേശമാണ്. ഇത് ജാറിയിട്ടാലും ഒന്നാകെ അടിക്കുന്നതിന് ഒന്നും പറയാനില്ല. ഭയങ്കര മമ്മൂക്കൻ ഈ വയസ്സിൽ ഭയങ്കര നമിക്കാണ് മമ്മൂട്ടന. അത്രയും വലിയ സിനിമ. ഈ വിവരമില്ലാത്തവൻ എന്താണ് പറയുന്നത് പോലും അവന് അറിയില്ല. അവൻ പറയുന്നത് കേട്ട് തന്നെ അവൻ്റെ മോന്തയ്ക്ക് പിടിച്ചൊരു കുത്തു കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇവൻ പറയുന്ന വർത്തമാനം കേട്ടില്ലേ കൂട്ടുകാരെ? ഇല്ല, ഞാൻ ഓർക്കുന്ന ഈ ഇവന്മാരെ ടാർഗറ്റ് ചെയ്ത് സിനിമ കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചതാണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരുത്തനോട് പരിചയപ്പെടാം. പൊളിച്ച് സ്ക്രീൻ ഒരു രക്ഷയില്ല. സ്ക്രീൻ ഒരു രക്ഷയില്ലത്. എന്റെ പൊന്നെ പറയാനൊന്നുമില്ല. കട്ടക്കിക്കുന്ന വില്ലനും പുള്ളി സൈസൊന്നുമില്ല. പുള്ളിയുടെ ആക്ടിങ്ങിലാണ് നമ്മള്. ഇവൻ പിന്നെയും കുറച്ച് നോർമലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അത്ര നോർമലൊന്നും അല്ല. എവിടെയാണ്ടൊക്കെ കുറച്ചൊക്കെ പിരി ഇളകി കിടപ്പുണ്ട്. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിൽ ഓരോ സിനിമയും റിലീസാകുമ്പോൾ ഇതേപോലുള്ള കുറേ അന്യഗ്രഹ ജീവികളെയൊക്കെ നമുക്ക് കാണാനും പരിചയപ്പെടാനും സാധിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു പടത്തിൻ്റെ റിലീസിൽ വേറെ 1-2 അവതാരങ്ങളായിരുന്നു. എന്തായാലും ഞാൻ അത് വീഡിയോ എടുക്കാൻ ചെയ്യാൻ മറന്നുപോയതാണ്. എങ്കിലും നമുക്കിനിയും കാണാം. ഇനി ഇതുപോലെ ഒരുപാട് അവതാരങ്ങൾ ഭൂമിയിൽ പിറന്നിട്ടുണ്ട്. നമുക്ക് ഓരോരോ പടത്തിൻ്റെ റിലീസിങ് സമയങ്ങളിൽ നമുക്ക് ഇവന്മാരെല്ലാം പരിചയപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ വീണ്ടും
അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.